പ്രിയ സുഹൃത്തുക്കളെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് നമുക്കെല്ലാവർക്കും, പ്രത്യേകിച്ച് സ്ത്രീകളിപ്പോൾ ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുന്ന, അതിൻ്റെ പരിഹാരം തേടി ഇങ്ങനെ അലഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വിഷയത്തെ പറ്റിയാണ്. മറ്റൊന്നുമല്ല, മുടി, തലമുടിയെപ്പറ്റി എല്ലാവർക്കും ഉത്കണ്ഠയാണ്. നേരത്തെ ഒരു കാലം തലമുടി ധാരാളം എല്ലാവർക്കും ഉണ്ടായിരുന്നു. അപ്പോഴില്ലേ തലമുടി ഇതിനെ എങ്ങനെയൊന്ന് സൂക്ഷിക്കുമെന്നും പറഞ്ഞ് എല്ലാം നീളം കുറച്ച് കളയുന്ന ഒരു കാലമായിരുന്നു. ഇപ്പം നേരെ തിരിഞ്ഞു. ഇപ്പം മുടി ഉള്ളവർ കുറവാണ്, ഉണ്ട് എന്നേ ഉള്ളൂ. എല്ലാവർക്കും മുടി വളർച്ചയിൽ ഒരുപാട് പ്രശ്നങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. മുടി കൊഴിഞ്ഞു പോവുക, തലയൊട്ടി തെളിയുക, അങ്ങനെയൊക്കെ. പിന്നെ പുതുതായിട്ട് മുടി കിളിർത്ത് വരാതിരിക്കുക, ഇങ്ങനെയൊക്കെ ഒരുപാട് പ്രശ്നങ്ങളാണ് എല്ലാവരും നേരിടുന്നത്. അപ്പോൾ പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരമായിട്ടുള്ള ഒരു കാര്യവുമായിട്ടാണ് ഇന്നത്തെ വീഡിയോ. അതായത് എനിക്ക് നന്നായിട്ട് മുടിയുണ്ടായിരുന്നു. ഞാൻ എൻ്റെ ജോലി സമയം മുഴുവൻ സ്കൂട്ടറിലും കാറിലും ഒക്കെ സഞ്ചരിക്കുമ്പോഴും മുടി കെട്ടിപ്പോലും വയ്ക്കാറില്ലായിരുന്നു. ഇങ്ങനെ കുളിച്ചിട്ട് പിന്നിയിട്ടിട്ട് ഉള്ള വെയിലത്തും മഴയത്തും കാറ്റത്തും എല്ലാം നന്നായിട്ട് യാത്ര ചെയ്യുന്ന സമയത്ത് എനിക്കൊരു മുടിയും കൊഴിച്ചിലില്ലായിരുന്നു, മുടിക്കൊരു പ്രശ്നവും ഇല്ലായിരുന്നു. അത് കഴിഞ്ഞ് സ്വസ്ഥമായിട്ട് വീട്ടിലിരിക്കാൻ തുടങ്ങി. പിന്നെ പ്രായമാകുന്നതിൻ്റെ ഭാഗമായിട്ട് പ്രായം അറിയിക്കാതിരിക്കാൻ എല്ലാവരും ചെയ്യുന്ന ടിപ്പായിട്ടുള്ള ആ ടിപ്പിലൂടെ നമ്മുടെ മുടിയെല്ലാം ഒരുപാട് നഷ്ടപ്പെട്ടു. ഇപ്പോൾ എല്ലാവർക്കും പ്രായഭേദം എന്നെ നരയ്ക്കുന്നുണ്ടല്ലോ. അത് കാലാവസ്ഥ ചേഞ്ചും ആഹാര രീതിയുടെ വ്യത്യാസവും ഒക്കെ കൊണ്ട് ഇപ്പോൾ എല്ലാവരെയും ഏർലി നരയ്ക്കുന്നുണ്ട്. അങ്ങനെ ഞാനൊന്നും ഏർലി നരച്ചിട്ടല്ല, 50 കഴിഞ്ഞപ്പോൾ നരയ്ക്കാൻ തുടങ്ങി. അപ്പോൾ ഇപ്പം മുടിയെല്ലാം കുറച്ചൊക്കെ നന്നായിട്ട് കൊഴിഞ്ഞു പോയി. നന്നായിട്ട് മുടി ഉണ്ടായിരുന്നത് കൊണ്ടൊരു വിഷമം, മുടി എത്രയും പോകുന്നില്ല. ഈ അടുത്ത കാലത്തെ ഞാൻ ശ്രദ്ധിച്ച തലയിലെ മുടിയുടെ ഉള്ളു കുറഞ്ഞതുപോലെ. നന്നായിട്ട് നീളം ഉണ്ടായിരുന്നു, കുറച്ച് ഇട കട്ട് ചെയ്തതാണ്. അപ്പോൾ ഉള്ളു കുറഞ്ഞപ്പോൾ നമുക്കത് മനസ്സിലായി, തലയ്ക്ക് ഒരു ശോഷിപ്പ് പോലെ. അപ്പോൾ അങ്ങനെ നോക്കിയപ്പോൾ എങ്ങനെയും മുടിയുടെ ഉള്ളു പോകുന്നത്, അല്ലെങ്കിൽ മുടി കൊഴിഞ്ഞു പോകുന്നത് ഒന്ന് മാറ്റണം, ഒന്ന് നിർത്തണം. എല്ലാം പോയി കഴിഞ്ഞാൽ പിന്നെ വിഗ് വെക്കേണ്ടി വരുമോ എന്നൊരു ഭയം. അപ്പോൾ എല്ലാവർക്കും അങ്ങനെയാണല്ലോ. പ്രത്യേകിച്ച് തലമുടി ഉള്ളവർക്കും തലമുടി പോകുമ്പോൾ ഒരു വിഷമമുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളായിരുന്നല്ലോ എന്ന് പറഞ്ഞ് സമാധാനിക്കാനും വയ്യ. അങ്ങനെ ഞാൻ ഒരു റെമഡി കണ്ടുപിടിച്ചതാണ്. പല റെമഡിയും നോക്കി. പണ്ട് മുടി വളർന്നതിൻ്റെ കാര്യം, എനിക്ക് നന്നായിട്ട് മുടി ഉണ്ടായിരുന്നതിൻ്റെ കാര്യം, നീലയമരിയും കയ്യൊന്നിയും ഒക്കെ നമ്മുടെ നാട്ടിൻപുറത്ത് കിട്ടുന്ന മുടി വളർച്ചയ്ക്ക് സഹായിക്കുന്ന രീതിയിലുള്ള ചെടികളുടെ ഇലകളൊക്കെ ഉപയോഗിച്ചുള്ള എണ്ണ തേച്ചുകൊണ്ടിരുന്നതുകൊണ്ടാണ്. കയ്യൊന്നി നീലയമരിയും ചേർത്ത വെളിച്ചെണ്ണയാണ് ഞാൻ സ്ഥിരമായിട്ട് തേച്ചുകൊണ്ടിരുന്നത് കുറേ വർഷങ്ങൾക്ക് മുമ്പ്. അപ്പോൾ മുടി നന്നായിട്ട് വളരുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ മുടി ഒരിക്കലും കൊഴിഞ്ഞു പോവുകയോ മുടി കുറഞ്ഞു പോവുകയോ ചെയ്യുന്ന ഒരു പ്രശ്നമേ എനിക്ക് ഉണ്ടായിട്ടില്ലതുകൊണ്ട് ഞാൻ അതിനെപ്പറ്റി ബോധർ ചെയ്തിട്ടേ ഇല്ല. അത് നമുക്കിപ്പോൾ ചുമ്മാ ഇരിക്കുമ്പോൾ ഇത്തരം കാര്യങ്ങളെ പറ്റി ഇപ്പോൾ ഒന്നും ചെയ്യാൻ കാര്യമായിട്ടില്ലാത്തതുകൊണ്ട് ഇതൊക്കെ നമ്മൾ നോക്കും. അപ്പോൾ എന്തായാലും കൊള്ളാം. അങ്ങനെ ഞാൻ മുടി കൊഴിയുന്നതിന് ഒരു റെമഡി കണ്ടുപിടിച്ചതാണ്. ഞാൻ കണ്ടുപിടിച്ചതൊന്നുമല്ല, ഒരുപാട് കാലം കൊണ്ട് ഞാനിങ്ങനെ സോഷ്യൽ മീഡിയയിൽ കാണുന്നുണ്ട്, യൂട്യൂബിലൊക്കെ കാണുന്നുണ്ടായിരുന്നു. ഒരു എണ്ണ, അതുപോലെ ആമസോണിലും ഒക്കെ ഒരു എണ്ണയെപ്പറ്റി പലരും പറഞ്ഞും കേട്ടിട്ടുണ്ട്, റോസ്മേരി ഓയിൽ. ഇപ്പോൾ അടുത്ത കാലത്ത് അത് ട്രെൻഡിങ് ആയിട്ട് ഓടാൻ തുടങ്ങിയത്. അതിനൊക്കെ മുന്നേ റോസ്മേരി ഓയിലും നല്ലതാണ്. അത് നമ്മുടെ തലമുടി വളരുന്നതിന് സഹായിക്കും, തലമുടി കൊഴിഞ്ഞു പോകുന്നതും കുറയ്ക്കും എന്ന് ഇങ്ങനെ വായിച്ചിട്ടുണ്ടായിരുന്നു, കേൾക്കുകയും കാണുകയൊക്കെ ചെയ്തിട്ടുള്ളതുകൊണ്ട്. എന്നാലും ഞാൻ അതിനൊന്നും പോയില്ല. ഇപ്പോൾ അത് കൂടുതലായിട്ട് എനിക്ക് തോന്നി, മുടി ഒരുപാട് കൊഴിഞ്ഞു പോകുന്നു തോന്നിയപ്പോൾ ഞാൻ അതിലേക്ക് പോയി. അതിന് മുൻപായിട്ട് ഞാനും ഈ കറ്റാർ വാഴയും കറിവേപ്പിലയും അതുപോലെ കയ്യൊന്നി നീലയമരിയും ഒക്കെ ചേർത്ത് നെല്ലിക്കാത്തോടും ഒക്കെ വെച്ചിട്ട് എണ്ണയൊക്കെ കാച്ചി നോക്കി. അവസാനമായിട്ട് ഒരു ഉള്ളി എണ്ണയും ഒരു ഡോക്ടർ പറഞ്ഞനുസരിച്ച്, പക്ഷേ ഉള്ളി എണ്ണയുടെ നാറ്റം മെച്ചം വന്നതേ ഉള്ളൂ. എൻ്റെ മുടി കൊഴിച്ചിലോട്ട് ശകലം പോലും കുറഞ്ഞില്ല. അതെന്താണെന്നറിയത്തില്ല, എനിക്കതേതായാലും പറ്റിയില്ല. അപ്പം ഞാനത് നിർത്തി. എല്ലാം ഞാൻ പരീക്ഷിച്ച് നോക്കും, നല്ലതാണെങ്കിൽ അതെല്ലാവരോടും പറയും. പിന്നെ ഞാനും അത് കണ്ടിന്യൂ ചെയ്യും. മോശമാണെങ്കിൽ ഞാനത് അവിടെ നിർത്തുകയും ചെയ്യും. അല്ലാതെ ഒരു സാധനം കണ്ടുകൊണ്ട് ഞാൻ ജെനുവിൻ അല്ലാത്തൊരു കാര്യം പറയാനായിട്ട് ഇതുവരെ തയ്യാറായിട്ടില്ല. അപ്പം ജെനുവിനായ ഒരു കാര്യം പറയുകയാണ്. റോസ്മേരി ഓയിൽ ഞാൻ വാങ്ങിച്ചു. അത് ഞാൻ തലയിൽ 1 മാസമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ റോസ്മേരി ഓയിലിൻ്റെ ലീവ്സും വാങ്ങിച്ചായിരുന്നു. അപ്പോൾ റോസ്മേരി ഓയിൽ ഉപയോഗിച്ച് നോക്കിയ ശേഷം ഈ ലീവ്സിലേക്ക് കടക്കാമെന്ന് വെച്ച് ഓയിൽ ഉപയോഗിച്ചപ്പോൾ നന്നായിട്ട് മുടി കൊഴിച്ചിൽ നിന്നു. മുടി ഇപ്പോൾ കൊഴിയുന്നില്ല. അപ്പോൾ എനിക്ക് തോന്നി ചെറുതായിട്ടൊക്കെ എവിടെയൊക്കെ മുടി കിളിർത്ത് വരുന്നുണ്ടെന്ന്. അല്ലെങ്കിലും മുടി എന്തായാലും കൊഴിച്ചിൽ നിന്നു. അതൊരു നല്ല അടയാളമായിട്ട് എനിക്ക് തോന്നിയതുകൊണ്ട് ഇനി അത് കണ്ടിന്യൂ ചെയ്യാം. അതുപോലെ തന്നെ ഇതിൻ്റെ ലീവ്സ് എടുത്തിട്ട് ഒരു റോസ്മേരി വാട്ടറും തയ്യാറാക്കി. ഇത് വാങ്ങിക്കാനും കിട്ടും.
ഇത് ഞാൻ ഈ റോസ്മേരി ലീവ്സ് വരുത്തി എണ്ണയുടെ കൂടെ തന്നെ വരുത്തിയതാണ്. ഞാൻ 150 200 താഴെ രൂപയുള്ളൂ. അത് നല്ല ഭംഗിയായിട്ട് പാക്ക് ചെയ്ത് നല്ല മണിമണി പോലെ ഇരിക്കുന്ന ഉണങ്ങി ചരട് പോലെ ഇങ്ങനെ ഇരിക്കും, മുറിഞ്ഞ് അത് വരുത്തിയിട്ടുണ്ട്. അതൊരു മാസത്തേക്ക് കാണും, ഒരുപാട് പ്രാവശ്യം ഉപയോഗിക്കാനുണ്ട്. ഇന്നലെ അതിൻ്റെ ഒരു വാട്ടർ തയ്യാറാക്കി. അപ്പോൾ അത് നമുക്ക് തലയിൽ ഇതുപോലെ സ്പ്രേ ആയിട്ട്, അല്ലാതെയൊക്കെ നമുക്ക് ചെറിയൊരു ബൗളിനകത്ത് എടുത്ത് വെച്ചിട്ട് നമുക്ക് ഉപയോഗിക്കാം. അത് നമ്മൾ കുളിക്കുന്നതിന് മുമ്പോ കുളിച്ച് കഴിഞ്ഞോ ഒക്കെ നമുക്ക് തലയൊട്ടിയിൽ, ഇപ്പം ഞാൻ കുളിച്ച് കഴിഞ്ഞ് ഇത് സ്പ്രേ ചെയ്യുന്നതുകൊണ്ട് ഒരുപാട് നിറച്ച് സൗകര്യമാതിരി ചെയ്യാനൊക്കില്ല. കുളിക്കുന്നതിന് മുമ്പാണെങ്കിൽ നമുക്ക് കയ്യിലോട്ട് ഒഴിച്ചിട്ട്, അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ എല്ലാ മുടി ഇങ്ങനെ ഓരോ മുടിയും എടുത്തെടുത്ത് പകർത്ത് തലയോട്ടി കിട്ടുന്ന പോലെ തന്നെ സ്പ്രേ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതാണ് റോസ്മേരി ഓയിൽ. റോസ്മേരിയുടെ ലീഫ് തിളപ്പിച്ചെടുത്ത് അരിച്ചെടുത്ത ഓയിലാണ് ഇത്. നമുക്ക് താരനുണ്ടെങ്കിൽ താരൻ പോകും. എനിക്ക് താരനില്ല, താരനുണ്ടെങ്കിൽ താരൻ പോകും. അതുപോലെ മുടി കൊഴിച്ചിൽ നിൽക്കും. പിന്നെ അതുപോലെ തന്നെ മുടി വളരും. പെട്ടെന്നൊരു ദിവസം കൊണ്ട് വളരുമെന്നല്ല, അതൊക്കെ യൂട്യൂബേഴ്സ് പറയുന്ന കാര്യങ്ങളാണ്. എൻ്റെ അനുഭവത്തിൽ മുടി കൊഴിച്ചിൽ നിന്നു റോസ്മേരി ഓയിലുണ്ട്. അപ്പോൾ അതുപോലെ എനിക്ക് നല്ല ഉറക്കവും കിട്ടുന്നുണ്ടായിരുന്നു. ആ റോസ്മേരി ഓയിലിൻ്റെ കാര്യം ഒരു വീഡിയോ ഞാനത് കാണിച്ചുകൊണ്ട് അത് ചെയ്യാം, അത് അടുത്ത ദിവസമായിട്ട്. ഇപ്പോൾ റോസ്മേരി വാട്ടറാണ്. റോസ്മേരി വാട്ടർ ഉണ്ടാക്കിയിരിക്കുന്നത് എങ്ങനെയാണെന്ന് കാണിക്കാം. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ റോസ്മേരി വാട്ടർ എല്ലാവരും അതിന് നിസ്സാര വിലയുള്ളൂ. അത് വാങ്ങിച്ച് വരുത്തി അതിൻ്റെ റോസ്മേരി വാട്ടർ തയ്യാറാക്കി കുളിക്കുന്നതിന് മുമ്പോ കുളിച്ച് കഴിഞ്ഞോ ഒക്കെ തലയോട്ടിയിൽ നന്നായിട്ട് സ്പ്രേ ചെയ്ത് തലയോട്ടിയെ പിടിപ്പിക്കുക. ആകുന്നതിനും കുഴപ്പമില്ല, മുടിയിലായാലും മുടിക്കും നല്ലതാണ്. നമുക്ക് നല്ലൊരു സോഫ്റ്റ്നെസ് തോന്നും. പിന്നെ മുടി കൊഴിച്ചിൽ നിൽക്കാൻ മറ്റൊരു ഉപാധിയും ഞാൻ ഈ അടുത്ത കാലത്തൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അത് നിങ്ങൾക്ക് പരീക്ഷിക്കാവുന്നതാണ്. തലേ ദിവസത്തെ കഞ്ഞിവെള്ളം എടുത്ത് വെച്ചിട്ട് അത് നമ്മൾ കുളിക്കുമ്പോൾ തല കഴുകുക. സ്മെല്ലൊന്നുമില്ല. കുളിച്ച് കഴിയുമ്പോൾ നല്ല സ്മൂത്തായിരിക്കും മുടി. അപ്പോൾ അതും നിങ്ങൾക്ക് പരീക്ഷിക്കാവുന്നതാണ്. റോസ്മേരി വാട്ടർ ഇപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണിക്കാം. അത് തലമുടി കൊഴിച്ചിൽ നിർത്തും, തലമുടി വളരാൻ സഹായിക്കും. റോസ്മേരി ഓയിൽ വാങ്ങിച്ച് ഉപയോഗിക്കണം. അത് ഞാൻ റോസ്മേരി ഓയിൽ അടുത്തൊരു വീഡിയോ കാണിക്കാം. അപ്പോൾ നമുക്ക് റോസ്മേരി വാട്ടർ എങ്ങനെയാണ് ഉണ്ടാക്കിയിരിക്കുന്നതെന്ന് കാണിക്കാം. അപ്പോൾ ഇത് ഞാൻ ഈ സ്പ്രേ ബോട്ടിൽ ഒഴിച്ചെന്ന് വിചാരിച്ച് സ്പ്രേ ബോട്ടിലൊന്നും വേണമെന്നൊന്നുമില്ല. ഒരു ചെറിയ ബൗളിലോ ഒരു ചെറിയ കുപ്പിയിലോ ഒഴിച്ച് വെച്ചിട്ട് ഒരാഴ്ച വരെ നമുക്കിത് ഫ്രിഡ്ജ് വെച്ചാൽ മതിയെന്ന് തോന്നുന്നു. എന്നിട്ട് എടുത്ത് നമുക്ക് തലയിലത് തേച്ച് പിടിപ്പിക്കാവുന്നതാണ്. അപ്പോൾ കുറച്ച് മതി. ന്യൂട്ടാവേദ് റോസ്മേരി ലീവ്സ് കണ്ടോ, 100% പ്യുവർ ആൻഡ് റിച്ച് അരോമ, ക്ലീൻ ക്വാളിറ്റി. ഇതിൽ കഥയില്ലല്ലോ, അതുകൊണ്ട് ഞാനിത് ഉപയോഗിച്ച് നോക്കിയിട്ടാണ് പറയുന്നത്. റോസ്മേരി ഓയിൽ നല്ലതാണ്. ആ നിലയ്ക്ക് ഇതിൻ്റെ ലീവ്സ് ആറിച്ച വെള്ളവും നമുക്ക് തല കഴുകാൻ ഉപയോഗിക്കുന്നത് ഗുണകരമാകുമെന്ന് പ്രതീക്ഷിക്കാം. അപ്പം നമുക്കിതൊന്ന് പൊട്ടിച്ച് ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം. മുഴുവനും വേണ്ട, ഒരു 2 സ്പൂൺ മതി. ഇതാണ് റോസ്മേരി ലീഫ്. ഇനി നമുക്കിത് 2 സ്പൂൺ ഇട്ട് ഇതിൻ്റെ വാട്ടർ ഉണ്ടാക്കാം, അതായത് റോസ്മേരി വാട്ടർ. അപ്പോൾ റോസ്മേരി ഓയിൽ വാങ്ങിച്ചു ഉപയോഗിച്ചു, അത് ഗുണകരമാണെന്ന് തെളിഞ്ഞത് കൊണ്ടാണ് ഞാനിപ്പോൾ ഇത് 2 സ്പൂണ്. നമുക്ക് ഇതിന് തിളച്ച് കുറുകി വരാൻ ആവശ്യമായിട്ട് ഉള്ള വെള്ളം കൂടി ഒഴിക്കും. ഈ ഒരു ഗ്ലാസ്സിന് 1 ഗ്ലാസ് വെള്ളം. 1 ഗ്ലാസ് വെള്ളം പോരാ, ഒരു 1/2 ഗ്ലാസ് വെള്ളം കൂടെ ഒഴിക്കാം. കാരണം നമ്മൾ തിളച്ചിട്ട് ഇത് ഉണങ്ങിയ ലീഫാണല്ലോ, അപ്പോൾ അതിൻ്റെ എസൻസ് ഇറങ്ങുന്നതിന് വേണ്ടി ഒന്ന് നല്ലോണം തിളച്ച് കുറുകണം. അപ്പോൾ അതിനൊരു 1/2 ഗ്ലാസ് വെള്ളം കൂടി ഒഴിക്കാം.
വേണ്ട 1/2 ഗ്ലാസ് വെള്ളം കൂടെ ഇതിലൊഴിക്കാം. ഇതിനെ നമുക്ക് അടുപ്പത്ത് വെച്ച് നല്ലോണം തിളച്ച് പിന്നെ സിമ്മിലാക്കി കുറേ നേരം ഇരിക്കണം. അപ്പോൾ ഈ റോസ്മേരി ലീവ്സ് ഇത് നന്നായിട്ട് തിളച്ച് കുറുകി വരണം. ഒരു 10-20 മിനിറ്റ്. ഇപ്പോൾ വെള്ളം പറ്റിപ്പോകാതെ നോക്കിയാൽ മതി. അതിന് ശേഷം കാണുന്ന അരിച്ചെടുത്ത റോസ്മേരി വാട്ടറാണ് ഈ കാണുന്നത്. അപ്പോൾ എല്ലാവരും റോസ്മേരി ഓയിലും റോസ്മേരി വാട്ടറും ഉപയോഗിച്ച് മുടി സംരക്ഷണം നടത്തുക. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. നമസ്കാരം.